ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയുടെ പാട്ട് കേൾക്കാനായി താനും പോകുമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി തുള്ളിച്ചാടുന്നു. എന്തായാലും അരുണങ്ങളുടെ കൂടെയാണ് ഞാൻ ഇരിക്കുക എന്ന് എല്ലാവരുടെയും കേൾക്കെ ശ്രീകുട്ടിയെ വിളിച്ചു പറയുമ്പോൾ അരുൺ പറഞ്ഞു, അയ്യോ അതെന്തിനാ മോളെ, അമൃതാന്റി ഉണ്ടല്ലോ കൂടെ, അപ്പൊ പിന്നെ ആന്റിയുടെ ഒപ്പം ഇരുന്നാ പോരെ എന്ന് അരുൺ ചോദിക്കുമ്പോ ഉടനെ ശ്രീകുട്ടി പറഞ്ഞു, അതെ, എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അരുണങ്കിളിനെയും അമൃതാന്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ അമൃതാന്റിയുടെ കൂടെ ഇരിക്കുന്നില്ല, അരുണങ്ങളുടെ കൂടെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, പിന്നെ എനിക്കിഷ്ടമുള്ളത് മുത്തശ്ശിയാണ് എന്ന് ശ്രീകുട്ടി പറയുമ്പോൾ അവിടേക്ക് ഐശ്വര്യയും വസുന്ധരയും എത്തുന്നു. വസുന്ധരയെ കണ്ട ഉടനെ തന്നെ ശ്രീകുട്ടി അരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു, മുത്തശ്ശി, നാളെ ശ്യാമേന്റിയുടെ പാട്ട് കേൾക്കാനായി ഞാനും വരുന്നുണ്ട്, നമുക്ക് പോണം കേട്ടോ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി വേഗം ചെന്ന് വസുന്ധരയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ സംസാരിച്ചു. അപ്പോഴേക്കും വസുന്ധര ശ്രീകുട്ടി തന്റെ മുന്നിൽ കാണിക്കുന്ന ആ സ്വാതന്ത്ര്യം കണ്ട് മറ്റുള്ളവരെല്ലാവരും അതിശയപ്പെട്ട് നോക്കുന്നു. മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുതെന്ന ഭാവത്തിൽ വസുന്ധര വീണ്ടും അഭിനയിക്കുന്നു. അപ്പോഴേക്കും ശ്രീകുട്ടി പറഞ്ഞു, മുത്തശ്ശിയും വരില്ലേ കൂടെ? ഇത് കേട്ട ഉടനെ ഐശ്വര്യ ചോദിച്ചു, അല്ലമ്മേ, അമ്മയെ ഈ കുട്ടി വിളിക്കുന്നത് മുത്തശ്ശി എന്നാണോ എന്ന് ചോദിച്ചതും, ആ കുട്ടികൾ ചിലപ്പോ മുത്തശ്ശി എന്ന് വിളിക്കും, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ, അല്ല നിങ്ങൾ എന്താ ഇവിടെ ചർച്ച ചെയ്തത് എന്ന് വസുന്ധര വേഗം വിഷയം മാറ്റി. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു, അത് പിന്നെ നാളെ ഞങ്ങള് അവിടെ സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കാൻ പോകുന്ന അവിടുത്തെ സിംഗർ ഓഫ് ദി ഇയർ, സി സിംഗറിലെ ആരാണ് വിജയിയാകാൻ പോകുന്നതെന്ന് അറിയാനും ശ്യാമയുടെ അവിടുത്തെ പാർട്ടിസിപ്പേഷൻ, ശ്യാമ ജയിക്കുന്നത് കാണാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. ഈ കുടുംബത്തിലുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നും എല്ലാവരും പോകണമെന്നുമാണ് എന്റെ കൂടി അഭിപ്രായം എന്ന് ആദിത്യൻ അറിയിച്ചു. ഇതെല്ലാം കേട്ടതോടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു, ശരി, അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ ഞാനും കൂടെ വരാം. അപ്പോഴേക്കും ആനന്ദവർമ്മ ചോദിച്ചു, അല്ല, കഴിഞ്ഞ ദിവസം അവിടെ ഫ്ലോറിൽ ചെന്ന് എന്തൊക്കെയോ സംഭവിച്ചു എന്ന് അറിഞ്ഞോ? അതുപോലെ എന്തെങ്കിലും ചെയ്യാനാണോ എന്ന് ചോദിച്ചതും ഐശ്വര്യ ആകെ ടെൻഷനിലായി. പെട്ടെന്ന് തന്നെ അരുൺ ചോദിച്ചു, എന്താ അന്ന് സംഭവിച്ചത്? അപ്പോഴേക്കും ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, ഏയ് വലിയ പ്രശ്നമൊന്നും ഇല്ലടാ, ചുമ്മാ ചെറുതായിട്ട് അവിടെ പാട്ട് കേൾക്കാൻ പോയതിന്റെ കാര്യം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആനന്ദവർമ്മ മനഃപൂർവ്വം ഐശ്വര്യ അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളിൽ നിന്ന് ആനന്ദവർമ്മ തൽക്കാലത്തേക്ക് ഐശ്വര്യയെ രക്ഷപ്പെടുത്തുന്നു. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആനന്ദവർമ്മ അത് ഒഴിവാക്കി വിട്ടതും വസുന്ധര പറഞ്ഞു, എന്നാ ശരി, എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെയല്ലേ, ഞാനും വരുന്നുണ്ട് ആ പ്രോഗ്രാം കാണാനായിട്ട്. അത് കേട്ട ഉടനെ തന്നെ ആദിക്കും അമൃതയ്ക്കും വലിയ സന്തോഷമായി. അപ്പോഴേക്കും വസുന്ധര പറഞ്ഞു, ആദിയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ, ആദി പറഞ്ഞ ആഗ്രഹമല്ലേ, അതുകൊണ്ട് നമ്മൾ ഈ കുടുംബത്തുള്ള എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, എന്താ അതുപോലെ എല്ലാവരും അത് കാണാൻ പോകുന്നു എന്ന് സമ്മതിച്ചു. അത് കേട്ടതോടെ ഐശ്വര്യ മനസ്സിൽ പറഞ്ഞു, അമ്മ ഇപ്പോ വരുന്നുണ്ടെന്ന് പറഞ്ഞതോടെ എല്ലാവരും വലിയ സന്തോഷത്തിലായി. പക്ഷെ അതിന് പിന്നിലുള്ള കാരണം എന്താന്ന് നാളെയല്ലേ അറിയാൻ കഴിയൂ. ശ്യാമ ഒരു കാരണവശാലും നാളെ ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ പോകുന്നില്ല. അവൾക്കെതിരെയുള്ള എന്തെങ്കിലും കലാപരിപാടികളുമായിട്ടായിരിക്കും അമ്മ അവിടേക്ക് എത്തുക എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഐശ്വര്യ പുഞ്ചിരിച്ചു. അപ്പോഴേക്കും പിറ്റേന്ന് രാവിലെ മാനസയും മഹിമയും അവിടെ ഫ്ലോറിലേക്ക് എത്തി. അവിടെ വന്ന മാനസയുടെ 2 ആരാധകർ വേഗം വന്ന് മാനസയ്ക്കൊപ്പം നിന്ന് സെൽഫി എടുത്തു. അതിനുശേഷം ശ്യാമയുടെ പാട്ടിനെ കുറിച്ച് അവർ ചോദിച്ചു, ഈ ഒരു കോമ്പറ്റീഷനിൽ മാനസിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു തീരുമാനത്തിലാണോ മാനസ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞതും മാനസ പറഞ്ഞു, അതെ, എനിക്ക് അത്ര വലിയ ടെൻഷൻ ഒന്നും തന്നെ ഇല്ല. ശ്യാമയെ കുറിച്ച് ഓർത്ത് ഞാൻ അധികം ആശങ്കപ്പെടുന്നുമില്ല. കാരണം പറയുന്നതിലല്ല, പ്രവൃത്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വാ അമ്മേ, ഈ വിജയം എനിക്ക് തന്നെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് മാനസ അവരുടെ നേരെ ഷൗട്ട് ചെയ്തിട്ട് വേഗം അകത്തേക്ക് കയറി പോന്നു. ഇത് കണ്ട ഉടനെ ആരാധകർ പറഞ്ഞു, ഓ, എന്തൊരു ജാടയാ അവൾക്ക്. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോഴേക്കും അഖിലും ശ്യാമയും അവിടേക്ക് എത്തുന്നു. ശ്യാമയെ കണ്ട ചില പരിചയക്കാർ ശ്യാമയെ വിഷ് ചെയ്ത് അവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ശ്യാമയുടെ ഫോണിലേക്ക് അശ്വതി വിളിക്കുന്നു. കോള് കണ്ട ഉടനെ ശ്യാമ അഖിലിനോട് പറഞ്ഞു, അഖിൽ സാർ, ദേ അശ്വതി ചേച്ചിയെ വിളിക്കുന്നത്. കോൾ എടുത്ത ഉടനെ, എന്താ അശ്വതി ചേച്ചി വരില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ പറയാം ശ്യാമേ, ശ്യാമ ഇപ്പൊ എവിടെയാ, അഖിൽ കൂടെയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, സാറിന്റെ കൂടെയുണ്ട്. എന്താ ശ്യാമ, എന്താ അതില് അശ്വതി ചേച്ചി എന്ന് ശ്യാമ അന്വേഷിച്ചു. ഉടനെ തന്നെ അശ്വതി പറഞ്ഞു, അതെ, ഫോൺ ലൗഡ് സ്പീക്കറിലിട, ഞാൻ പറയുന്നത് അഖിലും കേൾക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇട്ടതിന് ശേഷം, അതെ, ഇവിടെ ഐശ്വര്യ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒരു മഹിമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട്. അവരോട് എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടത്തി. മുഴുവനൊന്നും എനിക്ക് ക്ലിയർ ആയി കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, അവർ എന്തോ ട്രാപ്പ് ശ്യാമയ്ക്കെതിരായി തയ്യാറാക്കിയിട്ടുണ്ട്. ശ്യാമയെ കൊടുക്കുവാനായിട്ട്, ശ്യാമയെ അപായപ്പെടുത്താനായിട്ട് അവരെന്തോ പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ശ്യാമ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ശ്യാമ പറഞ്ഞു, ശരി ശരി ചേച്ചി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതും അഖിൽ പറഞ്ഞു, അഖില് കേൾക്കുന്നുണ്ടോ എന്ന് അശ്വതി ചോദിച്ചതും, കേൾക്കുന്നുണ്ട് അശ്വതി ചേച്ചി, എല്ലാം ഞാൻ കേട്ടു. എന്തായാലും ശ്യാമയ്ക്ക് ഒരു കുഴപ്പവും വരില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് അഖിൽ വാക്ക് നൽകി. അതിനുശേഷം എന്നാ ശരി, ഓൾ ദി ബെസ്റ്റ്, അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് അശ്വതി ഫോൺ വെച്ച് പോകുമ്പോൾ അശ്വതിയുടെ വാക്കുകൾ കേട്ട അഖിൽ ശ്യാമയോട് പറഞ്ഞു, താൻ ടെൻഷൻ ആവണ്ട, അങ്ങനെ ഒരു പ്രശ്നം തന്നെ അലട്ടുകയില്ല, താൻ ധൈര്യമായിട്ടിരിക്കെ, ഞാനില്ല കൂടെ എന്ന് പറഞ്ഞ് ശ്യാമയെ സമാധാനിപ്പിച്ച് അഖിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം
ശ്യാമയുടെ വീട്ടിൽ എല്ലാവരും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകാനായി റെഡിയായി വരികയാണ്. അപ്പോഴേക്കും അപ്പുകുട്ടൻ റെഡിയായിട്ട് ഓടി വന്ന് അപ്പു ആലോചിച്ചു, ഇന്നത്തെ ഈ കോമ്പറ്റീഷനിൽ എന്റെ ചേച്ചി വിജയിക്കും, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എല്ലാവരുടെയും മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ, ഞാൻ പിന്നെ സ്റ്റാർ ആകും എന്ന് പറഞ്ഞ് ഉടനെ വലിയ സന്തോഷത്തോടെ അപ്പുകുട്ടൻ നിൽക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ ദേവകിയും വാസുദേവനും ചോദിച്ചു, എന്താ വലിയ സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? അപ്പോഴേക്കും അപ്പുകുട്ടൻ പറഞ്ഞു, അതെ, ഇന്നത്തെ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്ന ആരാ? എന്റെ ചേച്ചിയാ. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ ഇത്രയും സന്തോഷവും ജാടയൊന്നും ഇല്ലാതിരിക്കുവോ എന്ന് പറഞ്ഞതും ദേവകി ചോദിച്ചു, അത് ശരി, അപ്പോ ഇപ്പൊ ശ്യാമയുമായിട്ട് ഞങ്ങൾക്കാർക്കും യാതൊരു ബന്ധവും ഇല്ലല്ലേ? ശ്യാമയുടെ പുന്നാര അനുജൻ മാത്രമാണല്ലോ നീ അല്ലെ എന്നിങ്ങനെ പറഞ്ഞതും ഉടനെ ദേവകിയുടെ വാസുദേവൻ പറഞ്ഞു, അവൻ സന്തോഷിക്കട്ടെ, നമുക്കിന്ന് സന്തോഷിക്കാൻ പറ്റിയ ദിവസമാണല്ലോ അല്ലെ എന്ന് പറഞ്ഞ് വാസുദേവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ജയന്തി അവിടേക്ക് എത്തി. ജയന്തിയുടെ സാരിയുടെ തുമ്പ് കുത്തി കൊടുക്കുന്നതിനിടയിൽ ദേവകി ചോദിച്ചു, എന്റെ ജയന്തി, എത്ര നേരമായി നിന്നെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, നീ വേഗം എന്താ റെഡിയാവാത്തത്? അപ്പോഴേക്കും വായിൽ പിൻ വെച്ചുകൊണ്ട് ആംഗ്യത്തിൽ ഓരോന്ന് സംസാരിക്കുന്ന ജയന്തിയുടെ വാക്കുകൾ കേട്ട് ദേവകി പറഞ്ഞു, എന്റെ ജയന്തി, നീ ഒന്ന് വാ തുറന്നൊന്ന് പറ, നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോഴേക്കും വാസുദേവൻ പറഞ്ഞു, എന്റെ മോളെ, നിന്റെ വായിലിരിക്കുന്ന ആ പിന്നൊന്നെടുത്ത് മാറ്റ്, ഇല്ലെങ്കിൽ നീ അത് വിഴുങ്ങും. അത് കേട്ട ഉടനെ പിന്നെ മാറ്റിയിട്ട് ജയന്തി പറഞ്ഞു, ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് എന്തിനാണ്? ഓട്ടോക്കാരനെ വിളിച്ച് പറഞ്ഞല്ലേ ഉള്ളൂ, ഓട്ടോ വരട്ടെ, അതുവരെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അപ്പു പറഞ്ഞു, അതെ, ജയന്തി എടുത്തി പറഞ്ഞ് ശരി തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. ജയന്തി പറഞ്ഞു, അതെ, ഞാൻ ഇന്ന് ശരിക്കും ഒരുങ്ങട്ടെ, എന്നെ ഇന്ന് ടിവിയിൽ കാണുന്നതല്ലേ, എന്റെ കുടുംബക്കാരെല്ലാം കാണുന്നതാണ്, അതുകൊണ്ട് ആകെ മോശമായിട്ടൊന്നും ചെല്ലാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് ജയന്തി ഇങ്ങനെ ചിരിക്കുന്ന കേട്ട് അപ്പുകുട്ടൻ പറഞ്ഞു, അയ്യോ ജയന്തി എടുത്തിട്ട് കാര്യം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പു ചിരിക്കുന്ന കണ്ടതോടെ ജയന്തി വെച്ചു, എന്താണ് ചെറുക്ക, ഞാൻ എന്താ പറഞ്ഞ ശരിയല്ലേ? എന്നെ ഈ നാട്ടുകാരറിയും, ശ്യാമയുടെ കുടുംബത്തിൽ നിന്നുള്ള ആള് തന്നെയല്ലേ ഞാനും, അതുകൊണ്ട് ടിവിയിലൂടെ എന്നെ കണ്ടു കഴിയുമ്പോ ആരും കുറ്റം പറയരുത്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ജയന്തി അങ്ങനെ സന്തോഷത്തോടുകൂടി ഓരോന്ന് കാര്യങ്ങൾ പറയുമ്പോ, ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എല്ലാവരുടെയും മുന്നിലൊന്ന് ജാട കളിക്കാൻ എന്നൊക്കെ ജയന്തി അറിയിച്ചു. അപ്പോഴേക്കും ദേവകി പറഞ്ഞു, അതെ, ഞാനും ഇന്ന് വലിയ സന്തോഷത്തിലാണ്. അപ്പോഴേക്കും ജയന്തിയോട് അപ്പൂട്ടൻ പറഞ്ഞു, വാ ജയന്തി ചേച്ചി, നമുക്ക് ഇറങ്ങാം, ഇനി ഇങ്ങനെ താമസിക്കണ്ട എന്ന് പറഞ്ഞതും ഓട്ടോക്കാരനെ വിളിച്ച് പറഞ്ഞല്ലേ ഉള്ളൂ, അയാൾ വരാനുള്ള സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞതും അപ്പൂട്ടൻ വേഗം ചാടി ഇറങ്ങി, വാ അച്ഛാ, വാതിലടയ്ക്കാം, നമുക്ക് ഇറങ്ങാം. അങ്ങനെ പറഞ്ഞ് അപ്പൂട്ടൻ തുള്ളിച്ചാടി പുറത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ വാതിൽക്കൽ അവർ കാത്തു നിൽക്കുമ്പോഴേക്കും ജയന്തി പറഞ്ഞു, എന്റെ അച്ഛാ, ആ ഓട്ടോക്കാരൻ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാലോ, ഓട്ടോക്കാരൻ വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി നിന്നു. അപ്പോഴേക്കും ജയന്തി വന്നിട്ട് പറഞ്ഞു, അതെ, ഇന്നത്തെ ഈ കോമ്പറ്റീഷനിലെ ശ്യാമ ജയിച്ചില്ലെങ്കിലേ നമ്മുടെ ഈ സന്തോഷം ആഘോഷമൊക്കെ അങ്ങ് കെട്ടടങ്ങും, മനസ്സിലായോ? ഇന്ന് ഈ കോമ്പറ്റീഷനിൽ ശ്യാമയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ജയന്തി ഇങ്ങനെ പറയുമ്പോ അത് കേട്ട് തന്ന ദേവകി പറഞ്ഞു, എന്റെ മോൾ ഇന്നതിൽ വിജയിക്കും, ഞങ്ങൾക്ക് അഭിമാനം നിറഞ്ഞ ദിവസമാണെന്ന്. എന്റെ മോള് ഇന്ന് നാലാളുകളുടെ മുന്നിൽ അവള് പേരെടുത്തൊരു ഗായികയായി മാറാൻ പോകുന്നു. ഇത്രയും വലിയൊരു അഭിമാനം നിറഞ്ഞ മുഹൂർത്തം വേറെ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്കിന്ന് വലിയ സന്തോഷം തന്നെയാണ് ജയന്തി എന്ന് പറഞ്ഞുകൊണ്ട് ദേവകി തന്റെ സന്തോഷം അറിയിച്ചു. ദേവകി അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോ അതിലെ വരുന്നത് കണ്ടത്. അപ്പോഴേക്കും ഓട്ടോക്കാരൻ അവിടേക്ക് വരുന്നത് കണ്ട് അപ്പുകൂട്ടൻ വേഗം തന്നെ ഓട്ടോക്കാരൻ അരികിലേക്ക് ഓടി. ദേ ഓട്ടോ വന്നേ എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോടെ ഓട്ടോയിൽ കയറാനായി അപ്പു ഓടുമ്പോഴേക്കും പെട്ടെന്ന് അപ്പുവിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ഓട്ടോയ്ക്ക് അരികിലേക്ക് ഓടി വന്ന അപ്പു കുറച്ചങ്ങ് ദൂരം ചെന്നതും വല്ലാതെ തളർന്ന അവശനായി അവിടെ നിൽക്കുന്നത് കണ്ടു. എന്താ എന്താ മോനെ എന്ന് ചോദിച്ച് വാസുദേവനും ദേവിക അരികിലേക്ക് വന്നതും ഉടനെ ജയന്തി പറഞ്ഞു, അല്ല, അവൻ ഓടിയതല്ലേ, ചെറുക്കൻ അടങ്ങിയിരിക്കില്ലല്ലോ, അവൻ ഓടിയതിന്റെയാണ്, അതിന്റെ ക്ഷീണം അത് എന്ന് പറഞ്ഞു. ഉടനെ അപ്പുകുട്ടൻ നെഞ്ചത്ത് കൈയും വെച്ച് അങ്ങനെ വിഷമിച്ചിരിക്കുന്നിടത്തും വാസുദേവൻ അരികിലേക്ക് എത്തി. എന്താ മോനെ, എന്തു പറ്റി? അല്ല, വല്ലാത്ത എനിക്ക് കിതയ്ക്കുന്നു, വല്ലാത്തൊരു വേദന എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞതും പെട്ടെന്ന് അപ്പു തളർന്ന് ബോധം കെട്ട് വീണു. ഉടനെ തന്നെ ഓട്ടോക്കാരനോട് വണ്ടി അങ്ങോട്ട് കൊണ്ടുവരാനായി അറിയിച്ചു. വണ്ടിയും കൊണ്ട് വന്നതും വേഗം തന്നെ അപ്പുവിനെ വണ്ടിയിലേക്ക് കയറ്റി അവരവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഹോസ്പിറ്റലിലെത്തി അപ്പുവിനെ ഐസിയുലാക്കി. ഈ സമയത്ത് വാസുദേവനും ദേവകിയും ആകെ ആശങ്കയോടെ കാത്തു നിന്നു. ഡോക്ടർ അപ്പോഴേക്കും അകത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയന്തി പുറത്തുനിന്ന് ആലോചിച്ചു, ദൈവമേ, ഇപ്പോ അവിടെ കോമ്പറ്റീഷൻ നടക്കുന്നിടത്ത് എല്ലാവരും എത്തിക്കാണും, മ്യൂസിക് ഷോയുടെ എല്ലാ ആളുകളും അവിടെ പങ്കെടുത്തിട്ടുണ്ടാവും. എല്ലാവരെയും ടിവിയിലൂടെ ഇന്ന് എല്ലാവരും എന്നെ കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ചു നിന്ന് ഞാനിപ്പോ ഇതാ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു, എന്തൊരു കഷ്ടമായത്, ആ ചെറുക്കൻ ഇങ്ങനെ വരാൻ കണ്ട നേരം എന്നൊക്കെ മനസ്സിൽ അപ്പുക്കുട്ടന്റെ അസുഖത്തെ ശപിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു നിൽക്കുമ്പോഴേക്കും ഡോക്ടർ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോക്ടറുടെ വാസുദേവൻ എത്തിയിട്ട് ചോദിച്ചു, എന്താ ഡോക്ടർ, എന്താ ഇപ്പോ മോനെ പരിശോധിച്ചു, ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല, നല്ല മയക്കത്തിലാണ്, മരുന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ വല്ല ടെസ്റ്റ് ഒക്കെ ചെയ്തതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഉടനെ തന്നെ ഒരു അർജന്റ് ഓപ്പറേഷൻ വേണം, ഒരു 15 ലക്ഷം രൂപയാകും, അതുകൊണ്ട് ഉടനെ തന്നെ ഓപ്പറേഷൻ നടത്തണം, 25 ലക്ഷത്തോളം നമ്മൾ കരുതിയിരിക്കണം, ചിലപ്പോൾ അത്രത്തോളം ആകേണ്ടി വരും എന്ന് ഡോക്ടർ അറിയിച്ചു. ഇതെല്ലാം കേട്ടതോടെ വാസ്തവൻ ദേവകി ഞെട്ടി.
അയ്യോ ഡോക്ടർ, ഇത്രയും വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചതും ഉടനെ അതെ, എന്തായാലും കുറച്ചുകൂടി ടെസ്റ്റുകളുണ്ട്, അതൊക്കെ കൂടി ഒന്ന് നോക്കിയിട്ട് ബാക്കി കൃത്യമായി പറയാം. അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരുമില്ലേ എന്ന് ചോദിച്ചതും വാസുദേവൻ പറഞ്ഞു, മോളും മരുമകനും ഉണ്ട്, അവര് ഇന്ന് ഒരു മ്യൂസിക് ഷോ ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ് എന്നറിയിച്ചു. അത് കേട്ടതോടെ ദേവികയാകെ ടെൻഷനിലായി. ദൈവമേ, ഉടനെ ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ബസുവേട്ടാ എന്ന് ആശങ്കയോട് ചോദിച്ചതും ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ആലോചിക്കേ, ഞാൻ ബാക്കി ടെസ്റ്റുകൾ റിപ്പോർട്ടുകൾ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടറോടൊന്ന് പോയതോടെ വാസുദേവനാകെ ടെൻഷനിലായി. ദേവികയോട് ചോദിച്ചു, അല്ല വാസുവേട്ടാ, നമ്മളിനിയിപ്പോ എന്ത് ചെയ്യും, മോളോട് ഇക്കാര്യം എങ്ങനെ പറയും എന്ന് ചോദിച്ചതും വാസുദേവൻ പറഞ്ഞു, തൽക്കാലം ശ്യാമ മോളെ ഇക്കാര്യം അറിയിക്കരുത്, അവള് അവിടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായി പോയതല്ലേ, അതുകൊണ്ട് ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ മോള് വല്ലാതെ പരിഭ്രമിക്കും, അതുകൊണ്ട് തന്നെ മോൾക്ക് പിന്നെ നന്നായി പാടാനും കഴിയില്ല, അതുകൊണ്ട് ഇക്കാര്യം ഒരു കാരണവശാലും മോളെ അറിയിക്കരുത് കേട്ടോ എന്ന് ദേവകിയോട് പറഞ്ഞു. ഇത് കേട്ടുനിന്ന ജയന്തി വലിയ സന്തോഷത്തിലായി. അതെ, ഇപ്പൊ അപ്പുവിന്റെ ഈ വിവരം അവളെ വിളിച്ചറിയിച്ചാൽ അവൾക്ക് ശരിക്കും പാട്ട് പാടാൻ കഴിയാതെയാകും, അങ്ങനെ അവൾ ഈ ഒരു മത്സരത്തിൽ നിന്ന് ഔട്ടാവുകയും അവൾ തോൽക്കുകയും ചെയ്യും, അത് തന്നെ നല്ല അവസരം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജയന്തി വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് അവിടെ സിംഗർ ഓഫ് ദി ഇയറിന്റെ കോമ്പറ്റീഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും മാനസയും ശ്യാമയും ഒക്കെ അവരവരുടെ റൂമിലിരുന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസയ്ക്കരികിലേക്ക് അവിടുത്തെ പ്രോഗ്രാം ഹെഡും കോർഡിനേറ്ററും ഒക്കെ ആയിരുന്ന രാധികയും അതിന്റെ പ്രോഗ്രാം ഹെഡും കൂടി എത്തി. അതെ, മഹിമയും ശ്യാമയും മാനസയും ശ്യാമയുമാണ് ഇന്നത്തെ ഈ കോമ്പറ്റീഷനിലെ പ്രധാന കണ്ടസ്റ്റൻസ്. അറിയാമല്ലോ, നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് ഇന്നത്തെ ഈ ഒരു ഷോയുടെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആര് വിജയിക്കും എന്നതിനെ കുറിച്ച് എല്ലാവരും വല്ലാത്ത ആകാംക്ഷയിലാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, മാനസ നന്നായി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. ഈ കോമ്പറ്റീഷനിൽ ഞാൻ തന്നെ വിൻ ചെയ്യും മേഡം എന്ന് മാനസ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും മഹിമ പറഞ്ഞു, മേഡം ഒന്നുകൊണ്ടും സംശയിക്കേണ്ട, എന്റെ മോള് തന്നെ വിജയിക്കും. ഈ സമയത്ത് ശ്യാമയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്യാമയെ ഓരോന്നും പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ആ മേഡത്തിനരികിൽ നിന്ന് ശ്യാമ മ്യൂസിക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് ശ്യാമയുടെ ഫോണിലേക്ക് പെട്ടെന്നൊരു കോൾ വന്നു. ജയന്തിയെടുത്തിയാണല്ലോ വിളിക്കുന്നതെന്നോർത്ത് വേഗം മേഡത്തോട് അനുവാദം വാങ്ങിച്ച് ശ്യാമ അപ്പുറത്ത് മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ജയന്തിയെടുത്തി, എന്താ ജയന്തിയെടുത്തി, ഞാനിവിടെ മ്യൂസിക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എവിടെയായിട്ടെത്തി, എന്താ കാര്യം, ഇങ്ങനെ വിളിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജയന്തി ചോദിച്ചു, ശ്യാമേ, നീ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണോ, നീ അപ്പൊ കാര്യം ഒന്നും അറിഞ്ഞില്ലേ? അത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു, ജയന്തിയെടുത്തി എന്താ കാര്യം എന്നൊന്ന് വേഗം പറ, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞതും ഉടനെ ജയന്തി പറഞ്ഞു, അതെ ശ്യാമേ, നീ എന്താ കാര്യത്തില് ഞാനും അപ്പുകുട്ടനും ഒക്കെ ഇവിടെ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടെന്നാണോ? എന്നാലേ ഞങ്ങളിപ്പോ ആശുപത്രിയിലാണ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അപ്പുവിന് വല്ലാത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അയ്യോ, എന്റെ നെഞ്ച് പൊട്ടുന്നച്ചാ എന്ന് പറഞ്ഞ് എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് നിലത്തേക്ക് തപ്പോന്ന് പറഞ്ഞ് വീഴുകയായിരുന്നു. ഉടനെ തന്നെ അപ്പുവുമായിട്ട് ഞങ്ങൾ ഇതാ ഹോസ്പിറ്റലിലെത്തി. ഇപ്പം ഹോസ്പിറ്റലിലാണ്, അവൻ ICUയിലാണ് കിടക്കുന്നത്. ഡോക്ടർ പറഞ്ഞെന്തെന്നറിയാമോ, ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന്, 25 ലക്ഷം രൂപയോളം വേണമെന്നാണ് പറഞ്ഞത്. അവന്റെ കാര്യം വല്ലാതെ സീരിയസ് ആണ് ശ്യാമേ എന്നൊക്കെ ജയന്തി അറിയിച്ചു. അതെല്ലാം കേട്ടതും ശ്യാമ വല്ലാത്ത ടെൻഷനിലായി. എന്തായാലും നിന്നോട് ഇക്കാര്യം പറയാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞത്. എന്തായാലും നിന്റെ പാട്ടൊക്കെ നടക്കട്ടെ, ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇനി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പുവിന്റെ കാര്യം അതുപോലെ വല്ലാത്ത ഗുരുതരാവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ടതും ശ്യാമ പറഞ്ഞു, ജയന്തിയെടുത്തി സത്യമാണോ, അപ്പുവിന്റെ കാര്യമൊക്കെ ജയന്തിയെടുത്തി പറയുന്നത് സത്യം തന്നെയാണോ, വെറുതെ എന്നെ പറ്റിക്കാനായിട്ട് പറയുന്നതല്ലല്ലോ എന്ന് ചോദിച്ചതും ഉടനെ തന്നെ ജയന്തി പറഞ്ഞു, പിന്നെ അവന്റെ കാര്യം ഞാൻ നിന്നോട് ഇങ്ങനെ കള്ളം പറയേണ്ട കാര്യമുണ്ടോ ശ്യാമേ, ഞാൻ സത്യമായിട്ട് തന്നെ പറഞ്ഞതാണ്, എനിക്ക് ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് നിന്നെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ജയന്തി ഫോൺ വെച്ചു. അപ്പോഴേക്കും ശ്യാമ ആകെ ടെൻഷനോടെ ശ്യാമ അകത്തേക്ക് കയറി വന്നതും തനിക്ക് മ്യൂസിക് പ്രാക്ടീസ് നൽകിക്കൊണ്ടിരുന്ന ആ മേഡത്തിന് അരികിലേക്ക് എത്തി ശ്യാമ പറഞ്ഞു, മേഡം, എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, എന്റെ അനുജൻ സീരിയസ് ആയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അങ്ങനെ പറഞ്ഞ് ടെൻഷൻ അടിച്ചേക്കുമ്പോൾ ശ്യാമ കൂൾ ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഡം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും പ്രോഗ്രാം ഹെഡും അവിടേക്ക് രാധികയും കൂടി എത്തി. എന്താ ശ്യാമ, എന്ത് പറ്റി എന്ന് ചോദിച്ചതും മേഡം, എനിക്ക് ഇനി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ശ്യാമ പറഞ്ഞു. അത് കേട്ടതോടെ പ്രോഗ്രാം ഹെഡ് ചോദിച്ചു, എന്താ ശ്യാമ ഈ പറയുന്നത്, ചാനൽ ഇത്രയേറെ പണം ഇതിന് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കോടികളാണ് മുടക്കിയിരിക്കുന്നത്, എന്നിട്ട് ശ്യാമ ഇപ്പൊ ഇതിൽ പങ്കെടുക്കില്ലെന്നോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്ന് ശ്യാമയോട് പറയുമ്പോഴേക്കും ശ്യാമ പറഞ്ഞു, എനിക്ക് പാടാൻ പറ്റുന്ന തോന്നുന്നില്ല മേഡം, എന്റെ അനുജൻ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന് ശ്യാമ പറയുന്നത് കേട്ട് അവരാകെ ആശ്ചര്യത്തോടെ പരസ്പരം നോക്കുന്നു.